എല്ലാവരും മെസ്സേജ് അയക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എത്ര വരെ റാങ്ക് കിട്ടിയവർക്കാണ് BSc നഴ്സിംഗ് അഥവാ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടുക എന്നുള്ളത്. അപ്പോൾ LBS അവരുടെ സൈറ്റിൽ തന്നെ കഴിഞ്ഞ വർഷം എത്ര വരെ ഇൻഡെക്സ് ഉണ്ടായവർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് LBSൻ്റെ സൈറ്റിൽ തന്നെ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഗവൺമെൻറ്റിലായിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ എവിടെയാണെങ്കിലും സീറ്റ് കിട്ടാൻ നല്ല പാടായിരുന്നു. ഇത്തവണ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ കോമ്പറ്റീഷൻ്റെ ലെവൽ കഴിഞ്ഞ വർഷത്തോളം ഉണ്ടോ അതോ അതിൽ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ശരി അതാത് ഗവൺമെൻറ് കോളേജിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു റിസർവേഷനും ഇല്ലാത്ത വിഭാഗത്തിലുള്ളവർക്ക് ലാസ്റ്റായിട്ട് 300 ഇൻഡെക്സ് ഉള്ളവർ തന്നെയാണ് അവിടെ കയറിയിട്ടുള്ളത്. EWS കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് 299.17. അതുപോലെ തന്നെയാണ് മറ്റ് കാറ്റഗറിയുടെ കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 14 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെയും അവസാനം വരെ കയറിയിട്ടുള്ള കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അവരവരുടെ കാറ്റഗറിയും അതാത് ഗവൺമെൻറ് കോളേജുകളും തമ്മിൽ. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സുകൾ കൂടാതെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും LBS വഴി തന്നെയാണ് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി. അപ്പം ഇവയൊക്കെ ഏതൊക്കെ ഗവൺമെൻറ് കോളേജിലുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതാത് ഗവൺമെൻറ് കോളേജുകളിൽ ഓരോ കാറ്റഗറിയിലും എത്രത്തോളം ഇൻഡെക്സ് ഉള്ളവർക്കാണ് അവസാനം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്നാണ് ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. അപ്പോൾ ഈ കോഴ്സുകൾക്കുള്ള ഇൻഡെക്സ് മാർക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറി വിഭാഗത്തിലും ബ്ലാങ്ക് ആയിട്ട് കോളംസ് ഒക്കെ കാണുന്നുണ്ടാവാം. അതെന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ പ്രത്യേകമായിട്ട് ആ ഒരു കോളേജിൽ റിസർവേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. പകരം ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ പോലും അവർക്ക് ജനറൽ വിഭാഗം അഥവാ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാം. പക്ഷെ പ്രത്യേകമായിട്ട് റിസർവേഷൻ വഴി ആ ഒരു കോളേജിൽ സീറ്റ് ഇല്ല. അതാണ് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചിലയിടത്ത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗവൺമെൻറ് കോളേജിൽ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തായിരുന്നു അത്. അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.